ക്രേസി വെജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല, കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 4 വെളുത്തുള്ളി വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കാഷ്യൂനട്ട്, കശുവണ്ടിപ്പരിപ്പ് ഒരു 8-10 എണ്ണം, വലുതാണെങ്കിൽ 8 എണ്ണം മതി, ചെറുതാണെങ്കിൽ ഒരു 10-12 ഒക്കെ എടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കുറച്ചൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി, ഇത് നല്ല പഴുത്ത തക്കാളി വേണം, വലിയ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ആ തക്കാളി ഒന്ന് വേവിച്ച് എടുക്കുക. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാം. അരച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് അരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ആ മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും 2 ബേ ലീഫ്, ഒരു ചെറുതായിട്ടാണ് 2 ബേ ലീഫ് എടുത്തിരിക്കുന്നത്, പിന്നെ ഏലക്കയും ഇട്ടിട്ടുണ്ട്. ഏലക്ക ഒരു 3 എണ്ണം ചെറുതായിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയിട്ടിടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടും. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് ഒരു മണമൊക്കെ വരും. മണം വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി മുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് മുഴുവൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും വറ്റി വരുന്നവരെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇളക്കാം. പക്ഷേ നമ്മൾ അതിൻ്റെ ആ സ്പാച്ചുല അതിൽ നിന്ന് മാറ്റാൻ പാടില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി അതിനകത്തുനിന്ന് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടും വറ്റിയിട്ട് ആ ബട്ടറൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് സെപ്പറേറ്റ് ആകുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇളക്കിയിട്ട് ആ ബട്ടർ അതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരാനായിട്ട് ഒരു 10-12 മിനിറ്റ് വേണ്ടി വരും. ഇതാണ് കറക്റ്റായിട്ട് ആ ബട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആ ജാറൊന്ന് കഴുകിയിട്ടാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അങ്ങനെ വേണമെന്നില്ല, അല്ലാതാണെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ഗരം മസാലപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ കാശ്മീരി ചില്ലിയാണ്, അതിന് നല്ല കളറും കിട്ടും, ചെറിയൊരു എരിവും ഉണ്ടാവും. പിന്നെ ഇടുന്നത് ജീരകപ്പൊടി, പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഗ്രേവി തിക്കായിട്ട് വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഒരു 200 ഗ്രാം പനീർ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. അപ്പം നമുക്ക് പനീറിനൊരു ചെറിയ ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് അതിന് ഉപ്പ് ആവശ്യമില്ല. നമുക്ക് ഗ്രേവിക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ആ തക്കാളിയുടെയൊക്കെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇടാം. ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വരെ ഇടാം. അത് മിക്സ് ചെയ്ത് ചേർത്തിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് കുറച്ച് കൂടുതലിടാം. മല്ലിയിലയുടെ ഫ്ലേവർ നല്ലതായിരിക്കും പനീർ ബട്ടർ മസാലയ്ക്ക്. അതിനോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടാലും മതി. ഇനി നമുക്ക് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് കറക്റ്റ് ഫ്ലേവർ തരുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. കസൂരി മേത്തി നമുക്ക് ചെറുതായിട്ട് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. അപ്പം ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. ഗ്രേവി കൂട്ടുന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ പനീർ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി മാത്രം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാവുകയും ചെയ്യും, പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പനീറിൻ്റെ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 2 4 ഒക്കെ നമുക്ക് 4 ടേബിൾ സ്പൂൺ വരെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് ഒത്തിരി തിളപ്പിക്കേണ്ട. നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.